കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നിർവാണ സുഖം കിട്ടില്ല. നാമജപത്തിൽ മുഴുകാതാർക്കും ഈശനിലെത്താനാവില്ല. നാമജപത്തിൽ മുഴുകാതാർക്കും ഈശനിലെത്താനാവില്ല. ഭക്തിരസത്തിൽ ലയിച്ചിടാതെ മുക്താവസ്ഥ ലഭിക്കില്ല. മുക്താവസ്ഥ ലഭിക്കില്ല. ഹരിയോം 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 ഹരിയോം. ശൗനക സൂത സംവാദത്തിലേക്ക് വന്നപ്പോൾ സൂത മഹർഷിയോട് ശൗനകന്മാർ ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതാണ്: അനവധി കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, അനവധി കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷേ ഇതുകൊണ്ടൊന്നും മനസ്സിന് എന്ത് വന്നിട്ടില്ല? പ്രസന്നത വന്നിട്ടില്ല. എങ്ങനെയാണ് പ്രസന്നത വരുത്തുക? ഇവിടെയാണ് ഭാഗവതം ശൗനകന്മാർക്ക് സൂതൻ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ചോദ്യങ്ങളില്ലാതെ ജീവിതം ആരംഭിച്ചവരാണ് നമ്മൾ. ചോദ്യം ഇല്ല എന്ന് പറയാൻ പറ്റില്ല, യഥാർത്ഥമായൊരു ചോദ്യമില്ല. എന്താ ജീവിതത്തിൽ നേടേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, കുറച്ച് അറിവ് നേടണം, കുറച്ചൊക്കെ ഒരു സംസ്കാരം വേണം, പണം വേണം, അടിപൊളിയായിട്ട് ജീവിക്കണം. ഇത് തന്നെ, കാവോ പിയോ മജാകരോ, കുടിക്കുക, കൂത്താടുക, അതൊക്കെ വേണം. അതൊക്കെയാണ് ജീവിതം എന്നാണ് നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത്. സമൂഹം അങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പം അതുകൊണ്ട് പലപ്പോഴും നമുക്ക് അനുഭവങ്ങളാണ് ജീവിതത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുന്നത് നാം കടന്നു പോകുന്ന അനുഭവങ്ങളിലൂടെയാണ്, അല്ലേ? ഇതല്ല, 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 ഇതായിരുന്നില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുകയാണ്: ശരിക്കും ഒരു മനുഷ്യന് ജീവിതത്തിൽ എന്താണ് വേണ്ടത്? മരിക്കുന്നത് വരെ എന്താ വേണ്ടത്? തീർച്ചയായിട്ടും എന്തൊക്കെ വേണം? ഭാര്യ വേണം, വേണോ? വായും ആഹാരമൊക്കെ ഉണ്ട്, പ്രകൃതിയിൽ എല്ലാം ഉണ്ട്. എന്നാലും നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? നമ്മളെ സംബന്ധിച്ച് സ്വാർത്ഥരാണ് നമ്മൾ, അതുകൊണ്ട് നമ്മുടെ തലത്തിൽ ചിന്തിക്കുക. എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിയപ്പോൾ 3 കാര്യങ്ങളെ വേണ്ടു. ഒന്നാമത് വേണ്ടത്, മരിക്കുന്നത് വരെ ആരോഗ്യമുള്ളൊരു ശരീരം വേണം. വേണോ? വേണോ? ആരോഗ്യമുള്ളൊരു ശരീരം. രണ്ടാമത് നോക്കിയപ്പോൾ ഏത് പ്രശ്നങ്ങൾ വന്നാലും തളരാത്തൊരു മനസ്സ് വേണം. വേണോ? വേണം. മൂന്നാമത്, മരിക്കുന്നത് വരെ ഓർമ്മശക്തി വിട്ടുപോവാത്തൊരു ബുദ്ധി വേണം. ശരിയാണോ? ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളെ സംബന്ധിച്ച് പ്രസന്നതയിൽ ജീവിക്കാൻ അയാൾക്ക് സാധിക്കില്ലേ? അപ്പം നമ്മുടെ ജീവിതത്തിൽ നാം കുട്ടിക്കാലത്ത് മനസ്സിലാക്കുന്നതാവില്ല പിന്നീടുള്ള അനുഭവം.
കാരണം നമ്മൾ കുട്ടിക്കാലത്ത് ജീവിതം എന്തെന്നറിയാതെ ചിലപ്പോഴൊക്കെ വഴിതെറ്റിപ്പോവും, പലതും നമ്മൾ അനുഭവിക്കും. അങ്ങനെയൊക്കെ പിന്നീട് നമ്മൾ ദുരന്തങ്ങളിൽ അനുഭവപ്പെടുമ്പോഴാണ് മനസ്സിലാവുന്നത് ആരോഗ്യം നഷ്ടപ്പെട്ടു, മനസ്സിൻ്റെ ധൈര്യം നഷ്ടപ്പെട്ടു, ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു. അവസാനം നമ്മളെ സംബന്ധിച്ച് ബാഹ്യമായ എല്ലാം ഉണ്ട്, ആന്തരികമായി ഒന്നുമില്ല. പണ്ടൊരാൾ പറഞ്ഞതുപോലെയാണ്, കാരണവർ പറഞ്ഞതുപോലെയാണ്, എല്ലാം ഉണ്ട് എന്നാൽ ഒന്നുമില്ല. എൻ്റെ ഭാര്യയ്ക്ക് 2 കുഴപ്പമേ ഉള്ളൂ. എന്താ കുഴപ്പം? അവൾ എണീറ്റാൽ അവൾ കിടക്കാൻ പറ്റില്ല, അവൾക്ക് കിടന്നാൽ അവൾ എണീക്കില്ല. എന്ന് വെച്ചാൽ ശാരീരികമായിട്ട് പറ്റില്ല, മാനസികമായിട്ട് ധൈര്യമില്ല, ഓർമ്മശക്തിയില്ല. മനസ്സിലാവുണ്ടോ? ഈ 3 ഒരാൾക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് പ്രസന്നത നിലനിർത്താൻ സാധിക്കും. അപ്പം അടിസ്ഥാന കാര്യം എന്താണ് നമുക്ക് വേണ്ടത്, ഇതാരും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നില്ല അല്ലേ? ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതാണ് എന്താ വേണ്ടതെന്ന് ആരും പറഞ്ഞു തരുന്നില്ല. അപ്പം ഇവിടെ പറയുകയാണ്, യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് ആത്മപ്രസന്നതയാണ്. ആത്മപ്രസന്നത എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ആരോഗ്യമുള്ളൊരു ശരീരം, ഏത് പ്രശ്നങ്ങളെയും നേരിടാനുള്ളൊരു മനസ്സ്, ഒരിക്കലും നശിച്ചു പോവാത്തൊരു ബുദ്ധി, ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇതെങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും? അതാണ് സൂത മഹർഷിയോട് ശൗനകന്മാർ ചോദിക്കുന്നത്. അപ്പം ഇത് കേട്ടപ്പോൾ സൂത മഹർഷി ഉത്തരം പറയാണ്. ആദ്യം തന്നെ നമിക്കുന്നത് തൻ്റെ ഗുരുവായിരിക്കുന്ന ശ്രീശുക ബ്രഹ്മർഷിയാണ്. യം പ്രവ്രജന്തമനുഭേദമഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാത്തരവോപിനേതു തം സർവഭൂതഹൃദയം മുനിമാനദോസ്മി. ഈ ശ്ലോകം നമ്മൾ നേരത്തെ കണ്ടു. വേദവ്യാസ മഹർഷിക്ക് 4 പുത്രന്മാർ. ആരൊക്കെയാണ് 4 പുത്രന്മാർ? ഒന്ന് ധൃതരാഷ്ട്രൊരു പുത്രനാണ്, പാണ്ഡുരു പുത്രനാണ്, വിതുരനൊരു പുത്രനാണ്, 4ാമത്തെ പുത്രനാണ് ശ്രീശുക ബ്രഹ്മർഷി. 4 പുത്രന്മാർ. കഥ അറിയാലോ. കൗരവരുടെ വംശം, കുരുവംശത്തിലെ ശന്തനു മഹാരാജാവ് ആദ്യം ഗംഗാദേവി വിവാഹം കഴിച്ചു. 7 കുട്ടികളെ ഗംഗ കൊണ്ടുപോയി. 8ാമത്തെ കുട്ടിയെ കൊണ്ടുപോകാൻ തടഞ്ഞു നിർത്തി. എപ്പോൾ തടയുമോ ഞാൻ തിരിച്ചു പോകുമെന്ന് ഗംഗ പ്രതിജ്ഞ ചെയ്തിരുന്നു. ഗംഗ കുട്ടിയെയും കൊണ്ടുപോയി. ദേവവ്രതൻ എന്ന പേരിൽ കുട്ടി തിരിച്ചു വന്നു. ശന്തനു മഹാരാജാവ് വീണ്ടും ഒരിക്കൽ നായാട്ടിന് പോകുമ്പോൾ മുക്കുവ സ്ത്രീ കാണുന്നു. ആ മുക്കുവ സ്ത്രീയിൽ അനുരാഗം വന്നു. പുത്രന് രാജ്യഭാരം കൊടുക്കുകയാണെങ്കിൽ മകളെ തരില്ല എന്ന് മുക്കുവൻ്റെ അച്ഛൻ പറഞ്ഞപ്പോൾ വിഷണ്ണനായ അച്ഛൻ്റെ മുന്നിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ദേവവ്രതൻ താൻ തന്നെ നേരിട്ട് ചെന്ന് ആ മുക്കുവ പിതാവിനോട് പറഞ്ഞു, ഞാൻ രാജ്യഭാരം ഉപേക്ഷിക്കും, വിവാഹം കഴിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് എന്തായിത്തീർന്നു? അത്രേ ഭീഷ്മൻ എന്നുള്ള പേരായിത്തീർന്നു. എനിക്ക് തോന്നുന്നു ലോകത്തിൽ അച്ഛന് വേണ്ടി പെണ്ണന്വേഷിച്ച ആദ്യത്തെ മകനായിരിക്കും. സാധാരണ അച്ഛന്മാരാണ് മക്കൾക്ക് പെണ്ണന്വേഷിക്കുക. ഇവിടെ മകനാണ് അച്ഛന് പെണ്ണന്വേഷിക്കുന്നത്. കൊണ്ടുവന്നു സത്യയെ. അങ്ങനെ ആ സത്യവതിയിൽ പുത്രോത്പാദനം ചെയ്തു. 2 പുത്രന്മാരുണ്ടായി. അവരായിരുന്നു ചിത്രാംഗതനും വിചിത്രവീര്യനും. അവർ 2 പേരും വളർന്നു വരുന്നു. ചിത്രാംഗതനായിരുന്നു രാജാവ്, പക്ഷെ അയാൾ കൊല്ലപ്പെട്ടു. വിചിത്രവീര്യന് വേണ്ടിയിട്ട് ഭീഷ്മപിതാമഹൻ ക്ഷത്രിയന്മാരുടെ രീതിയിൽ കാശി രാജാവിൻ്റെ 3 മക്കളെ അപഹരിച്ചു കൊണ്ടുവരുന്നു. അംബ, അംബിക, അംബാലിക. അംബ പറഞ്ഞു, ഞാൻ സ്വാലരാജാവിൻ്റെ കാമുകിയാണ്, എന്നെ വിടണമെന്ന്. അവളെ വിട്ടു. അംബികയിലും അംബാലികയിലും പുത്രോത്പാദനം ചെയ്യാൻ പറ്റാതെ വിചിത്രവീര്യൻ മരിച്ചു. രാജ്യം അന്യമായി. ഇനി ആരെ കൊണ്ട് പുത്രോത്പാദനം ചെയ്യിക്കും? സത്യവതീദേവി ഭീഷ്മരോട് പ്രതിജ്ഞ ലംഘിച്ചുകൊണ്ട് പുത്രോത്പാദനം ചെയ്യാൻ പറയുമ്പോൾ പറയും, സാധ്യമല്ലമേ, എടുത്ത വ്രതം ഒരിക്കലും ഞാൻ തെറ്റിക്കില്ല. അങ്ങനെ വേദവ്യാസ മഹർഷിയെ വരുത്തുകയാണ്. അമ്മയുടെ മറ്റൊരു പുത്രനാണ് ആര്? വേദവ്യാസ മഹർഷി. അവരിലൂടെ പുത്രോത്പാദനം ചെയ്യുന്നു. അങ്ങനെയാണ് 2 പേരിലൂടെ, അംബികയിലൂടെയും അംബാലികയിലൂടെയും, ഒരാൾ ധൃതരാഷ്ട്രനായി, മറ്റൊരാൾ പാണ്ഡുവായി. ഇതെല്ലാം വേദവ്യാസ മഹർഷി വന്ന് പറയും സത്യവതി ദേവിയോട്. ഒരുത്തി പേടിച്ച് ഭയവിഹ്വലയായിട്ടാണ് എന്നെ സ്വീകരിച്ചത്, മറ്റവളാണെങ്കിൽ വിളറിപ്പോയി. ഒരുത്തന് നല്ല ആയുസ് ഇതൊക്കെ ഉണ്ടാവും, ശക്തിയൊക്കെ ഉണ്ടാവും, മറ്റവന് ആയുസ്സുണ്ടാവില്ല. എന്നാൽ ഒന്നുകൂടി പുത്രോത്പാദനം ചെയ്യാൻ പറയുമ്പോൾ
അംബിക ചെന്ന് ദാസിയെ പറഞ്ഞയച്ചു. ആ ദാസിയിലുണ്ടാകുന്ന പുത്രനാണ് ആര്? വിതുരര്. പിന്നീട് വേദവ്യാസ മഹർഷിക്ക് വധിക എന്നൊരു ഭാര്യ ഉണ്ടായിരുന്നു അത്രേ. പൊതുവെ കേട്ടിട്ടുണ്ടാവില്ല, വധിക. ആ ഭാര്യയിലുള്ള പുത്രനാണത്രേ ആര്? ശ്രീശുക ബ്രഹ്മർഷി. 12 വർഷം ഗർഭപാത്രത്തിലിരുന്നു എന്നാണ്. എന്നിട്ട് 12ാമത്തെ വർഷമാണത്രേ പുറത്തേക്ക് വന്നത്. ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാനേ പറ്റുള്ളേ. ഇന്നൊക്കെയാണെങ്കിൽ കീറി മുറിച്ച് പുറത്തെടുക്കാനുള്ള വഴിയുണ്ടല്ലോ. ഏതായാലും അങ്ങനെയുള്ള പുത്രൻ ജന്മം തന്നെ യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ തന്നെ അപേതകൃത്യം, കൃത്യങ്ങളിൽ നിന്ന് മുക്തനായിരിക്കുന്നവൻ, പ്രവ്രജന്തം ഇറങ്ങി നടന്നവൻ, അച്ഛനോടും അമ്മയോടൊന്നും ഒരു ബന്ധവുമില്ലാത്തവൻ ഇറങ്ങി നടന്നപ്പോൾ വേദവ്യാസ മഹർഷി പുറകിൽ ചെന്നിട്ട് ആലോചിച്ച് നോക്കുക രംഗങ്ങളൊക്കെ. കുട്ടി ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന് നടക്കുക, അച്ഛൻ പുറകിൽ വന്ന് ചെന്നിട്ട് പുത്രാ പുത്രാ ഇതി ദ്വൈപായനോ വിരഹകാതരാജുഹാവ, വിരഹത്തിന്റെ വേദന കൊണ്ട് തൻ്റെ പുത്രന്റെ പിന്നാലെ ഓടി പുത്ര പുത്ര എന്ന് വിളിക്കുമ്പോൾ ആ പുത്രൻ മറുപടി പറഞ്ഞില്ല. പിന്നെ ആരാ മറുപടി പറയുന്നത്? തരവോ പിന്നേതു, വൃക്ഷങ്ങളിൽ ചെന്ന് തട്ടി ആ പ്രതിധ്വനി കേൾക്കുമ്പോഴാണ് വേദവ്യാസ മഹർഷിക്ക് മനസ്സിലാവുന്നത് എൻ്റെ പുത്രൻ എന്നുള്ള ബന്ധത്തിൽ നിന്ന് മുക്തനായി സർവഭൂത ഹൃദയം, എല്ലാ ഭൂതങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ആത്മാവാണ് താനെന്ന ബോധം ദൃഢമായിരിക്കുന്ന ആ പുത്രനെ മുനി നമസ്കരിച്ചു എന്നാണ്. എന്നിട്ട് ആ മഹർഷി എന്ത് ചെയ്തു? യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീക്ഷതന്തമുന്തം സംസാരിണം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനം. തൻ്റെ അനുഭവങ്ങളുടെ വൈഭവം, തൻ്റെ സ്വന്തം അനുഭവം, ആ അനുഭവങ്ങളുടെ വൈഭവത്തിൽ ജീവിച്ച അദ്ദേഹം അധ്യാത്മദീപം അതിതിദിക്ഷതാം, താൻ മനസ്സിലാക്കിയിരിക്കുന്ന ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആത്മീയ പ്രകാശം കൊണ്ട് എല്ലാ അന്ധകാരത്തെയും അവിവേകത്തെയും എല്ലാവിധത്തിലുള്ള ദുഃഖത്തിൻ്റെയും ഭയത്തിൻ്റെയും നിഴലിലെയും നീക്കാൻ സാധിക്കുന്ന ആ ഒരു പ്രകാശത്തിലേക്ക് ഉയർന്ന മഹാത്മാവ് താൻ മനസ്സിലാക്കിയിരിക്കുന്ന പരമസത്യത്തെ തൻ്റെ പിതാവിൽ നിന്നും കിട്ടിയ ഈ പുരാണ ദീപം ഭാഗവതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിണം കരുണയാഹ, ജീവിതത്തിൻ്റെ ഒരു പ്രലോഭനത്തിൽ ഒരു മഹാത്മാവിനെ അപമാനിക്കാൻ ഇടവന്ന പരീക്ഷിത്ത് മഹാരാജാവിന് കാരുണ്യം കൊണ്ട് പകർന്നു കൊടുത്ത ഈ പുരാണഗുഹ്യം, നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് പകർന്നു തന്ന ഈ പുരാണഗുഹ്യം തന്ന ആ വ്യാസസൂനുവിനെ നമസ്കരിക്കുന്നു. പിന്നീട് നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയൽ. ആദിനാരായണൻ ഭഗവാനെ നമസ്കരിക്കുന്നു. പിന്നീട് നരോത്തമന്മാരായ നരനാരായണ ഋഷിമാരെ നമസ്കരിക്കുന്നു. സരസ്വതീ ദേവിയെ നമസ്കരിക്കുന്നു. എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് സൂത മഹർഷി ഉത്തരം പറയാണ്. മഹർഷിമാരെ, നിങ്ങൾ ചോദിച്ചില്ലേ എങ്ങനെയാണ് ആത്മാവിന് മനസ്സിന് പ്രസന്നത വരിക എന്നുള്ളത്? അതിന് ഇന്ന് എളുപ്പമായൊരു മാർഗം ഏതാണത്രേ? വളരെ രസകരമായിട്ട് 2-ാം അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. സവൈപ്പും സംപരോ ധർമ്മോ യഥോ ഭക്തിരദോക്ഷജേ അഹൈദുഃഖ്യ പ്രതിഹത യയാത്മാ സംപ്രസീദതി. മനസ്സിന് പ്രസന്നത കിട്ടാൻ, മനസ്സിനെപ്പോഴും ഒരു ധൈര്യം കിട്ടാൻ, ഓർമ്മശക്തിയൊക്കെ നിലനിൽക്കാൻ, മനസ്സിന് ദൃഢത കിട്ടാൻ, ആരോഗ്യമുണ്ടാവാൻ എന്താ വേണ്ടത്? ഭക്തി അദോക്ഷജേ യത് പരമോധർമ്മം. നമ്മുടെ ഏറ്റവും വലിയ ധർമ്മം, മുഖ്യധർമ്മം, ഏറ്റവും വേണ്ടത്, നമുക്ക് പ്രധാനപ്പെട്ടത് വേണ്ടത് അദോക്ഷജേ ഭക്തി. അദോക്ഷജനിൽ ഭക്തി വേണം. ഈ ശബ്ദം ഞാൻ മുമ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു, അദോക്ഷജെന്ന് അല്ലേ? അദോക്ഷജെന്ന് പറഞ്ഞാൽ, അക്ഷം എന്ന് പറഞ്ഞാൽ മനസ്സ്, ജം എന്ന് പറഞ്ഞാൽ അതിനെ ഉണർത്തുന്നവൻ. അതോ അക്ഷജെന്ന് പറഞ്ഞാൽ ബഹി എന്ന് പറഞ്ഞാൽ പുറത്ത്, സംസ്കൃതത്തിൽ അധം എന്ന് പറഞ്ഞാൽ ഉള്ളിലിരുന്നു കൊണ്ട് ഉറങ്ങുന്ന മനസ്സിനെ ഉണർത്തുന്നവനാരോ അവനെയാണ്